6 keys to activate God's favor. ആനുകൂല്യത്തിന് ഉള്ള 6 താക്കോലുകൾ. കഴിഞ്ഞ ദിവസം 2 എടുത്തു. ഓണർ, രണ്ടാമത്തേത് ഇൻറ്റഗ്രിറ്റി, സ്വഭാവദാർഢ്യം. ഓണർ എന്ന് വെച്ചാൽ ബഹുമാനം കൊടുക്കുക. സദൃശ്യവാക്യം 27:21 വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും ശോധന, മനുഷ്യനോ അവൻ്റെ പ്രശംസ. അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആയതുകൊണ്ട് ഞാൻ അതിലോട്ട് കയറുക. അതായത് ദ ക്രൂസിബിൾ ഫോർ സിൽവർ, ദ ഫർണേസ് ഫോർ ഗോൾഡ്, ബട്ട് മാൻ ഈസ് ടെസ്റ്റഡ് ബൈ ദ പ്രൈസസ് ഹി റിസീവ്സ്. ക്രൂസിബിൾ എന്ന് പറഞ്ഞാൽ തീച്ചൂളയാണ്. സിൽവറിനെ, അതായത് വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും. ഈ വെള്ളിയും പൊന്നുമൊക്കെ തീച്ചൂളയ്ക്കകത്തിട്ട് 7 പ്രാവശ്യം കത്തിച്ച് അതിൽ കീടം കളഞ്ഞ് അത് വിശദീകരിച്ച് നല്ല പൊന്ന് അല്ലെങ്കിൽ തങ്കമാക്കി, അതുപോലെ തന്നെ സിൽവറും ആക്കിയെടുക്കും. അതുപോലെ അവർ ശുദ്ധീകരിച്ച് കഴിയുമ്പോൾ അത് ശുദ്ധമായി. അതുപോലെയാണ് മനുഷ്യന് പ്രശംസ കിട്ടുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം പുറത്തു വരും. പ്രശംസ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രശംസ ഇഷ്ടമല്ല. നിങ്ങൾ ഒത്തിരി നല്ലതാണ്, നിങ്ങളെപ്പോലെ ആരുമില്ല, നിങ്ങൾ ദാനധർമ്മിയാണ്, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും നമുക്ക് ഓരോ തരത്തിൽ കേൾക്കാം. ഏത് കാര്യത്തിനാണ് അവർ വന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മളെ അവർക്ക് പുകഴ്ത്താൻ അറിയാം. അപ്പോൾ നമ്മളതിനകത്ത് വീഴാത്തൊരു വളരെ കുറവാണ്. എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ വിചാരിക്കും, അയ്യോ ഇതെന്താ, അവർ പോയി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ അവരോടൊപ്പം നമ്മൾ ചിന്തിക്കത്തില്ല. അവർ പറഞ്ഞെല്ലാം നമ്മളങ്ങ് സ്വീകരിക്കും. നമ്മളെ അത്രമാത്രം പൊക്കിയാവും. പക്ഷെ ഒരു മനുഷ്യന് പ്രശംസ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവന് അധികമായ പണവും സമ്പത്തും വരുമ്പോൾ അവൻ്റെ സ്വഭാവം പുറത്ത് വരും. അവൻ്റെ സ്വഭാവം നേരത്തെ നല്ലതാണ് എങ്കിൽ പ്രശംസ വരുമ്പം ആ സ്വഭാവം നന്നായി വരും. അല്ല അവൻ്റെ ഉള്ളഴുക്കാണെങ്കിൽ പണവും പ്രതാപവും വരുമ്പം നേരെ വിപരീതമായിട്ട് അവൻ മാറും. അവന് മുടിയനായ പുത്രനെ പോലായി മാറും. അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രശംസയെക്കുറിച്ച് വായിക്കുമ്പോൾ, ഓൺ ദ സർഫസ് ദിസ് പ്രോവർബ് സ്പീക്സ് ഓഫ് പ്രൈസ് ഫ്രം അതേഴ്സ് ആസ് എ ടൈപ്പ് ഓഫ് ട്രഷർ റിവീൽസ് ദ ഗുഡ് തിങ്സ് ഇൻസൈഡ്. അതായത് പുറമേ നിന്ന് നോക്കുമ്പം ഒരാളെ പ്രശംസിക്കുമ്പോൾ, ഈ ഒരു മനുഷ്യൻ നല്ലതാണല്ലോ, അയാൾക്ക് ആ നല്ല ഗുണമുണ്ടല്ലോ, നമുക്കും അവിടെ ചെന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അങ്ങ് പ്രശംസ കേൾക്കുമ്പോൾ നമുക്കോ ഞാനൊരാളായിപ്പോയി, അങ്ങനെയൊക്കെ നമുക്ക് ചിന്ത വരും. പക്ഷേ ഒത്തിരി പ്രശംസ വരുമ്പോൾ ശ്രദ്ധിക്കണേ, ഒത്തിരി പ്രശംസ വരുമ്പം നിന്നിലുള്ള കീടം പുറത്തോട്ട് വരാൻ തുടങ്ങും. ഒത്തിരി പ്രശംസിക്കുന്ന ഒരു കണക്ക് ഡേഞ്ചറസ് ആണ്. കാരണം അത് ഉൾക്കൊള്ളാൻ കഴിവുള്ള ഗുണങ്ങളൊന്നും നമ്മളിൽ കാണത്തില്ല. അതുകൊണ്ടാണ്. അല്ലാതെ however if we dig in a bit deeper, praise may serve another purpose. It can be a tool of refinement for us. The heart has to be refined in the fires of gratitude and humility and dedication to our Father. His purpose in us is a beautiful thing. അതായത് ഒത്തിരി പ്രശംസ നമുക്ക് അയക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ ചെന്നുകൊണ്ടിട്ട് നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമുക്കറിയാം നമ്മളത് കറക്റ്റ്, പിന്നെ നമ്മൾ ചുമ്മാ കാണിച്ച് നടക്കും പക്ഷെ നമ്മളതിന് ചേർന്നവരല്ല എങ്കിൽ ആ കീടങ്ങൾ പുറത്തോട്ട് വരാൻ തുടങ്ങും. അത് ആവശ്യമാണ് ടു സം എക്സ്റ്റെൻറ്റ്. നമ്മളുടെ കീടം പുറത്തു പോയിട്ട് ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട് ദൈവം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിക്കത്തില്ല. പഴയ തുരുത്തിയിൽ ഒഴിച്ചാൽ പഴയ തുരുത്തി പൊട്ടിപ്പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ തന്നെ. അതുകൊണ്ടാണ് ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. ഒരു വ്യക്തി പുതുസൃഷ്ടിയായെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങൾ അതായത് നിലനിൽക്കുന്ന അനുഭവം നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, വെള്ളിക്ക് പുടവും പൊന്നിനു മൂശയും ശോധന, മനുഷ്യനോ അവൻ്റെ പ്രശംസ. അപ്പം സ്വഭാവദാർഢ്യം എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ടാണ് തെളിയിച്ചു വരുന്നത്, ഒരു ദിവസം കൊണ്ടല്ല. അപ്പോൾ ഇതിനൊരു ടെസ്റ്റുണ്ട് എല്ലാവർക്കും. ഈ വെള്ളിയും പൊന്നുമൊക്കെ 7 വട്ടം വിലയിലിട്ട് കത്തിച്ച് അതിലെ കീടം കളയുന്ന പോലെ നമ്മുടെയൊന്നും ദൈവം കളഞ്ഞിട്ടേ. രാജാക്കന്മാർ ദാവീദിനെ കിരീടം വെപ്പിക്കുന്നതിന് മുമ്പേ, യോസഫിന് പദവി കൊടുക്കുന്നതിന് മുൻപേ, ദാനിയേലിനെ വെക്കുന്ന എല്ലായിടത്തും നമ്മൾ ദൈവത്തിൻ്റെ പ്രവർത്തനം കാണുന്നുണ്ട്. അപ്പം പിന്നത്തെ മൂന്നാമത്തെ ഗുഡ് അണ്ടർസ്റ്റാൻഡിങ്, എ ഹൈ ക്വാളിറ്റി ഓഫ് ലെവൽ ഓഫ് കോംപ്രിഹെൻഷൻ, നോളജ്. യു നോ ഹൗ ഇറ്റ് വർക്ക്സ് ആൻഡ് നോ വാട്ട് ഇറ്റ് മീൻസ്. അതായത് നല്ല വിവേചന ബുദ്ധി, അതായത് ഗ്രഹിക്കാനുള്ള കഴിവുള്ളവനായിരിക്കണം. നല്ല ധാരണ, വിവേചനമുള്ള, ബുദ്ധിയുള്ള, അറിവുള്ള ഒരു വ്യക്തിയാണ്. അതിപ്പം ഇപ്പോൾ ഒരു എൻജിനീയറാണ്, നമ്മുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട് ഇലക്ട്രിസിറ്റി, അതിന് എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ നല്ലതായിട്ട് അറിയാമെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഡോക്ടർ,
നമുക്കൊരു പ്രശ്നം വരുമ്പം ആ ഡോക്ടർ നല്ല കഴിവുള്ള ഒരു ഫിസിഷ്യൻ ആണെങ്കിൽ ഉടനെ ആശുപത്രിയിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ നോസ് ചെറിയ കാര്യങ്ങളൊക്കെ ഈ മെഡിസിൻ കൊടുത്തങ്ങ് തീർക്കാനുള്ള ആശുപത്രി വരെ പോകണ്ട. അപ്പം നമുക്ക് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഫേവർ വരും. അപ്പോൾ ഓണർ, ബഹുമാനം കൊടുക്കാൻ പഠിക്കണം. രണ്ടാമത് നമുക്ക് ഇൻറ്റഗ്രിറ്റി, സ്വഭാവശുദ്ധി. മൂന്നാമത്തെ മനസ്സിലാക്കാനുള്ള കഴിവ്. കർത്താവിനോട് ചോദിക്കണം, അത് ചോദിച്ചു വാങ്ങിക്കണം. വിസ്ഡം എന്ന് പറയും. ദൈവത്തിൽ നിന്ന് അത് വാങ്ങിക്കണം, അത് വാങ്ങിച്ചെടുക്കണം. ആൻഡ് വാല്യൂ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദ വെൽബീയിങ് ഓഫ് അതേഴ്സ്. അതായത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ വാല്യൂ ഉള്ളവരാക്കി തീർക്കണം. ഞാനൊരിടത്ത് ചെന്നാൽ ആ കാര്യം പരിഹരിക്കാൻ നോക്കും. പണം കൊണ്ടാണെന്നില്ല എപ്പോഴും, പക്ഷെ ഒരു പക്ഷേ നമ്മുടെ പ്രസൻസ് ആയിരിക്കും, ഒരു പക്ഷേ നമ്മുടെ കോണ്ടാക്റ്റ് ആയിരിക്കും, വേറൊരാളെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒക്കുമായിരിക്കും. എങ്ങനെയാണ് എന്ത് വാല്യൂ എന്ത് കോൺട്രിബ്യൂട്ട് ടു ദ വെൽബീയിങ് ഓഫ് അതേഴ്സ്. നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവർക്കും കൂടെ നമ്മളിൽ കൂടെ നന്മ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അത് ലോകപ്രകാരമായ ആളുകൾക്കുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ക്ലബ്ബുകൾ, പല ക്ലബ്ബുകൾ അവരൊന്നിച്ച് കൂടിയിട്ട് ഒരാൾ ലോയറായിരിക്കും, ഒരാൾ ഡോക്ടറായിരിക്കും, ഒരാൾ എഞ്ചിനീയറായിരിക്കും, ഒരാൾ കൺസ്ട്രക്ടർ, അവർ തന്നെ ആ കൂട്ടത്തിനുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് വേൾഡ്ലി വേ. പക്ഷെ ആത്മീയ ഗോളത്തിൽ അതിൻ്റെ എത്രയോ ഇരട്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ദൂഷ്യമുണ്ട്, ആത്മീയ ഗോളത്തിൽ ഐക്യതയുള്ളവരെ കിട്ടാൻ പാടാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട്, അപ്പനും അമ്മയും പറയുമ്പം ആൻറ്റീക്കാണ് അവർ പറയുന്നത്, നമുക്ക് ചേരാത്തതെന്ന് പറഞ്ഞു ഹിപ്പികളെപ്പോലൊരു നടത്ത്. പള്ളികളിൽ ചെന്നാൽ 4 സഭയാണ്. ചർച്ച് ഒരു ചെറിയൊരു മീറ്റിംഗ് എന്ന് പ്രാർത്ഥനയുടെ ശൈലി ശരിയല്ലെന്നും പറഞ്ഞു. എങ്ങനെയും ഡിവിഷൻ ഉണ്ടാകും. എന്നാൽ ലോകപ്രകാരമായി ജീവിക്കുന്നവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവരൊന്നിച്ചു കൂടി ഒരു കാര്യം കൊല്ലാനും തട്ടാനും എല്ലാവരും കൂടെ കൂട്ടി ഒരു കാര്യം ചെയ്തെടുത്ത് വെക്കും. നമ്മൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ അത് ഫസ്റ്റ് ഔട്ട് ചെയ്ത് പോകും. ഇതൊക്കെ മാറണമെന്ന് നമ്മൾ നന്മ വരുന്നവരായിട്ട്, വിട്ടുവീഴ്ച മനോഭാവോടെ നന്മ ചെയ്യുന്നവരായി മാറുമ്പോൾ കർത്താവിൻ്റെ ആനുകൂല്യം നമുക്ക് വരും. അതൊന്നും നമുക്ക് ഇല്ല കേട്ടോ. സദൃശവാക്യം 18:16 മനുഷ്യൻ വെക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. നമ്മൾ കൊണ്ടുവെക്കുന്ന കാഴ്ചയാൽ ഒരു പ്രസൻ്റാണെന്ന്, അല്ല നമ്മളെ തന്നെ അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ മഹാന്മാരുടെ അടുക്കലോട്ട് കയറി ചെല്ലുന്നത്. അതൊക്കെ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ്. ഒരു പ്രായം കഴിയുമ്പം ഇതിനൊന്നും നമ്മൾ വലുതായിട്ട് ആഗ്രഹിക്കത്തില്ല. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ഈ ലോകത്തിലെ വലിയ ഡിസയറും. പിന്നെ ഒന്നും ഓർക്കുക, ആത്മീയ ഗോളത്തിൽ വളർന്നു നിന്നാൽ നമ്മളൊരു വിളക്കായിട്ട്, ഒരു ബീക്കൺ ഓഫ് ലൈറ്റായിട്ട്, ഒരു നക്ഷത്രമായിട്ട് നമ്മൾ നിൽക്കും. അത് നല്ലവണ്ണം നമ്മൾ ശുദ്ധീകരിച്ചവർക്ക് അത് ചെയ്യാനൊക്കത്തുള്ളൂ. കഷ്ടത്തിൽ കൂടെ പോയവർക്ക് അത് ചെയ്യാനൊക്കത്തുള്ളൂ. ചുമ്മാ അതൊരു ദിവസം കൊണ്ട് കയറി വന്നതിനൊന്നും അടിക്കാനൊക്കില്ല. സോ ദിസ് ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ്, അതാണ് അത് നമ്മൾ മനസ്സിലാക്കും. അപ്പം വാല്യൂ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദിസ് വെൽബീയിങ് ഓഫ് അതേഴ്സ്. പിന്നെ പവർ ഓഫ് റിലേഷൻഷിപ്പ്, അഞ്ചാമത്തേത്. റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമത്തേത് 6 കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രേസ്, റിലേഷൻഷിപ്പ്, അതിപ്പോൾ 4-മത്തെ റിലേഷൻഷിപ്പ്. അപ്പോൾ പവർ ഓഫ് റിലേഷൻഷിപ്പ്, ഈ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് വേദപുസ്തകത്തിൽ. ദൈവം അബ്രഹാമിനെ വിളിച്ച് അനുഗ്രഹിച്ചു. അബ്രഹാമിനോട് പറഞ്ഞു, നീ ദേശം വിട്ട് 75 വയസ്സെന്ന് ഓർക്കണം, ഈ ദേശം വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തേക്ക് നീ പോകണം. അബ്രഹാം പോകാൻ പറയുമ്പോൾ നീ തന്നെ പോകാനാണ് പറഞ്ഞത്. അബ്രഹാം പോയപ്പോൾ അബ്രഹാമിൻ്റെ അപ്പനുണ്ട്, അബ്രഹാമിൻ്റെ അപ്പൻ്റെ അബ്രഹാമിൻ്റെ സഹോദരൻ്റെ മകൻ ലോത്തുണ്ട്, ഭാര്യയുണ്ട്, പിന്നെ കന്നുകാലികളുണ്ട്, ജോലിക്കാരുണ്ട്, ഇവരെല്ലാം കൂടെയാണ് പോകുന്നത്. അത് കൊണ്ടുപോക്കോ, ദൈവം പറഞ്ഞു ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോക്കാണ്. അങ്ങനെ അബ്രഹാം പോവുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ചതിനാൽ നമ്മൾ വേദപുസ്തകം 13-ാം അധ്യായം ഉൽപ്പത്തിയിൽ വായിക്കുന്നു, ലോത്തും മഹാസമ്പന്നനായി. അനുഗ്രഹം, അബ്രഹാമിൻ്റെ അനുഗ്രഹം ലോത്തിനും കൂടെ കിട്ടി. കാരണം ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ പോയതുകൊണ്ട്. അപ്പോൾ നമ്മൾ കൂട്ടുകൂടുന്നത് ആരോടാണെന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കൾ ആരുടെ കൂടെ പോകുന്നതെന്ന് ശ്രദ്ധിക്കണേ. സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും പ്രയോജനമുള്ള കൂട്ടുകെട്ടുമായിട്ട് ബന്ധം വരണം. അല്ലാത്തത് മാറിപ്പോണം, അല്ലാത്തത് മാറണം. വെറുതെ ലീച്ചസിനെ പോലെ, ഈ തോട്ടപ്പുഴുവിനെ പോലെ അത് നമ്മളെ ഒട്ടിയിരുന്ന് നമ്മുടെ രക്തം മുഴുവൻ കുടിച്ചു വെച്ചാൽ അതങ്ങ് പോകും, നമ്മളറിയത്തില്ല.
അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ല നമുക്ക് ആവശ്യം. അപ്പം പവർ ഓഫ് റിലേഷൻഷിപ്പ് വളരെ പ്രധാനമാണ് വേദപുസ്തകത്തിൽ. ഫേവേഴ്സ്, അതായത് എബ്രഹാം ആൻഡ് ലോട്ട്, എബ്രഹാം, ഗോഡ് ബ്ലെസ്ഡ് എബ്രഹാം, ലോത്ത് വെന്റ് വിത്ത് ഹിം ആൻഡ് ഹി വാസ് ഓൾസോ ബ്ലെസ്ഡ്. ഫേവേഴ്സ് ബേസ്ഡ് ഓൺ, അതായത് റിലേഷൻഷിപ്പിലെ ബേസ് ചെയ്താണ് വരുന്നത്. ആരാണ് നമ്മളെ സ്നേഹിക്കുന്നത്, ആരാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്, അത് വളരെ പ്രധാനമാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് രാജ്ഞിയുടെ പദവിയിൽ നിന്ന് പദവി മാറ്റിയത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. വസ്തിരാജ്ഞി എന്ന് പറഞ്ഞ് എസ്തർ ബുക്കിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. വസ്തിരാജ്ഞി അങ്ങേയറ്റം സൗന്ദര്യമുള്ളവളായിരുന്നു. രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവ് ഇവിടെ പാട്ട് നടത്തുന്നു, അപ്പുറത്ത് അവൾ പാട്ട് നടത്തും. അവൾ കഴിവുള്ളവളായിരുന്നു, പദവിയും എല്ലാം ഉള്ളവളായിരുന്നു. പക്ഷെ രാജാവ് കള്ളു കുടിച്ചിട്ടാണ് എൻ്റെ ഭാര്യയുടെ സൗന്ദര്യം കാണിക്കാനായിട്ട് വിളിച്ചു വരുത്തി. വസ്തിരാജ്ഞി പറഞ്ഞു ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. കള്ളു കുടിച്ച് വെച്ചിരിക്കുന്ന ആളാണ്. ഒരു കണക്ക് ശരിയാണ് അവർ ചെയ്തത്, കള്ളു കുടിക്കുന്നവരുടെ മുമ്പിലോട്ട് ഞാൻ എന്തിനു. പക്ഷേ രാജാവിൻ്റെ അപ്രീതി, ഒരു ദിവസത്തെ അപ്രീതി കൊണ്ട് വസ്തിരാജ്ഞിയുടെ രാജ്ഞി പദവി മാറിപ്പോയി ഒറ്റ ദിവസത്തെ. അപ്പോൾ ഫേവർ ആൻഡ് ഡിസ്ഫേവർ നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ദൈവത്തിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടാൻ ഇട്ടയാകരുത്. നമ്മൾ കാത്തു സൂക്ഷിക്കണം, അതിന് വില കൊടുക്കണം. ദൈവത്തിന് നിർബന്ധമാണ്. ഹൂ ലൈക്സ് യു മാറ്റേഴ്സ്. എന്നാൽ അതേസമയം വസ്തിരാജ്ഞിയെ ഡിത്രോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന എസ്തർ എന്ന് പറഞ്ഞ ഒരു അനാഥ പെൺകുട്ടിയെ കൊണ്ടുവന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ എസ്തറിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ എസ്തറിന് ഫേവർ കിട്ടുന്ന, അവളെ ആരെല്ലാം നോക്കിയോ അവളുടെ മേൽ അവൾക്കെല്ലാം ഈ കൊച്ചിനോട് ആനുകൂല്യം തോന്നിപ്പിച്ച ദൈവം. അപ്പോൾ എസ്തർ നമ്മൾ വായിക്കുമ്പോൾ 13 വയസ്സ് കാണും. ഈ കുട്ടിയെ ഹഗായി എന്ന് പറഞ്ഞ് ഷണ്ണനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ബുദ്ധിയുണ്ട്. ഹാഗായിക്ക് രാജാവിന് എന്താണ് ഇഷ്ടമുള്ളതെന്നറിയാം. ഹാഗായിക്ക് ഈ കൊച്ചിനെ ഇഷ്ടപ്പെട്ടു, എസ്തറിനെ ഇഷ്ടപ്പെട്ടു. അതിനാൽ എസ്തർ രാജാവിനെ കാണുന്നതിന് മുൻപേ എന്ത് തൈലം വെച്ചാണ് കഴുകേണ്ടതെന്നും എന്ത് പെർഫ്യൂമാണ് ഉപയോഗിക്കേണ്ടതെന്നും എന്ത് വസ്ത്രമാണ് ഇടേണ്ടതെന്നും ഹാഗായി പറഞ്ഞു കൊടുത്തു. മറ്റ് പെണ്ണുങ്ങളെല്ലാം അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വലിച്ചു വാരിയിട്ടുകൊണ്ട് പോയി. രാജാവ് ഒരു ദിവസം കാണും, അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെ പറഞ്ഞു വിടും, പിന്നെ അവരെ വിളിക്കത്തില്ല. അവർ കിട്ടിയ സ്വർണമോ എല്ലാം കൊണ്ട് അവർ അവരുടെ വീട്ടിൽ പോകും. പക്ഷേ എസ്തർ അതൊന്നും ചെയ്തില്ല. എസ്തർ അവളുടെ കാര്യം ഹാഗായിയെ ഏൽപ്പിച്ചു. ഹാഗായിക്ക് അവളോട് ആനുകൂല്യം തോന്നി. എന്ത് പറ്റി? രാജാവിന് അവളെ ഇഷ്ടമായി, അവളെ രാജ്ഞിയാക്കി, കിരീടം അവളുടെ തലമേൽ വെച്ചു. അനേക പെൺമക്കളുള്ളിടത്താണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെ നമ്മുടെ മക്കൾക്ക് സംഭവിക്കണം. നമ്മുടെ മക്കൾ ആനുകൂല്യം കിട്ടാൻ ലോകത്തിൻ്റെ പുറകെ പോകരുത്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ അപ്പന് വലിയ ഇവിടെ ഇല്ലേ, പിന്നെ എന്തിനാ നീ അപ്പുറത്തോട്ട് പോയി എന്ന് ചോദിക്കത്തില്ലേ? ഇപ്പോൾ ആരും ചോദിക്കാൻ പേടിയാണല്ലോ, പറയാൻ പേടിയാണ്. പറഞ്ഞവർ കേൾക്കത്തുമില്ല, പറഞ്ഞവർ ഇങ്ങോട്ട് കേൾക്കും. അങ്ങനത്തെ കാലമാണ്. ബഹുമാനം ഇല്ലാത്തൊരു ലോകമാണ്. ഇതൊക്കെ സ്കൂളിലും സൺഡേ സ്കൂളുകളിലും വീട്ടുകളിലുമാണ് പഠിപ്പിക്കേണ്ടത്. സ്കൂളുകളിലില്ല. വീടുകളിലുണ്ടോയെന്ന് എനിക്ക് സംശയം. സൺഡേ സ്കൂളിലും അവർക്ക് പേടിയാണ് പറയാൻ. അതേ ഉള്ളു ഇച്ചിരെങ്കിലും ആശയമുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ആനുകൂല്യം നീയാണ് ഇട്ട് തരേണ്ടത്. ഞങ്ങൾ എന്നെയൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ ആനുകൂല്യത്തിന് പല നിബന്ധനകളുണ്ട്. ഓണർ, ബഹുമാനിക്കണം, മറ്റുള്ളവരെ ഓണർ ചെയ്യാൻ പഠിക്കണം, ബന്ധങ്ങളെ ഉറപ്പിച്ച് നിൽക്കണം, ഇൻറ്റഗ്രിറ്റി ഓഫ് ക്യാരക്ടർ. അതുപോലെ നമ്മൾ സ്വഭാവത്തിൽ നല്ലവരായിരിക്കണം, സ്വഭാവ ദൃഢതയുള്ളവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ. പിന്നെ ബന്ധങ്ങൾ, കർത്താവ്, മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ്. ഇതൊക്കെ നമ്മൾ ദൈവം തന്നിരിക്കുന്നത് ശരിയായിട്ട് ഇതെല്ലാം ഉണ്ട് പുസ്തകത്തിൽ. പക്ഷെ ഇത് പഠിപ്പിച്ചെടുക്കാൻ കുടുംബങ്ങൾ മറന്നു പോകുന്നു, പള്ളികൾ മറന്നു പോകുന്നു, സ്കൂളുകൾ മറന്നു പോകുന്നു. എല്ലാം എന്തൊക്കെയോ ജ്ഞാനം പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് ഏതാണ്ട് പഠിപ്പിക്കുകയാണ്. നക്ഷത്രത്തിൽ പോകാനും സൂര്യനെ കാണാനും പിന്നെന്താ ചന്ദ്രൻ്റെ പുറത്ത് പോകാനും ഒക്കെ പഠിപ്പിക്കുക. ബേസിക് ഫൗണ്ടേഷണൽ തിങ്സ് പഠിക്കാതെ പോകുന്നു. ആര് പറയും? വചനം വായിക്കുകയാണ് കർത്താവേ. കുറച്ച് പേരുടെയെങ്കിലും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുറേ പേരെങ്കിലും ഞാനിത് മൂലം ഒരുക്കിയെടുക്കുന്നു. കർത്താവേ, നീ ആത്മാവിൽ അനേക കുഞ്ഞുങ്ങളുടെ മേൽ ഈ വചനം ചെന്നുകൊണ്ട്, തലമുറ മേൽ ഇത് ചെന്നുകൊണ്ട് നിൻ്റെ ആനുകൂല്യത്തിന് അനുകൂലമാക്കി അവരുടെ സ്വഭാവത്തെ ശുദ്ധീകരിച്ചെടുക്കണമേ.
നിലനിൽക്കുന്നതായ ദൈവസ്നേഹം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവിടുന്ന് അത് ചെയ്ത് കുഞ്ഞുങ്ങളെ നിനക്ക് അനുകൂലമാക്കി നിൻ്റെ മടിയിലിരുത്തി പഠിപ്പിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.